എങ്ങനെയാണ് MT അനുസ്മരിക്കുന്നത്? ഒരു വ്യക്തിപരമായിട്ടുള്ള താങ്കളുമായുള്ള ഒരു ബന്ധമൊക്കെ എങ്ങനെയാണ്? ഞാൻ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് കലാമണ്ഡലം രാംകുട്ടി നായരാശാൻ്റെ ഷഷ്ടിപൂർത്തിക്ക് വീട്ടിൽ വെച്ചിട്ട് ആഘോഷം നടക്കുകയാണ്. അപ്പോൾ അന്ന് അവിടെ വന്നിരുന്നു. അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ അദ്ദേഹം വന്നിരുന്നു. അന്നാണ് ശരിക്ക് നേരിട്ട് സംസാരിച്ച് പരിചയപ്പെടാനും സാധിച്ചത്. അതിനു മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് മാത്രം തന്നെയുള്ളൂ, അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല. എങ്കിലും ശരി, വേറൊരു കാര്യം എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ടാണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. കലാമണ്ഡലത്തിലെ ഒരു ഷൂട്ടിങ്, അദ്ദേഹത്തിൻ്റെ ഈ ഷൂട്ടിംഗ് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, വേറെ ചില കാര്യങ്ങൾക്ക് ഈ എഴുത്തിനെ സംബന്ധിച്ചും ഒക്കെ ആയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ അന്ന് ഞാൻ അവിടുത്തെ അധ്യാപകനാണ്. അപ്പോൾ അവിടെ വരലും അദ്ദേഹം മറ്റേ എൻ്റെ ക്വാർട്ടേഴ്സിൽ വരലും വർത്തമാനം പറയലും അവിടെ മുതൽക്ക് കൂടുതൽ ഒരു പരിചയം ആയി. അതായത് അങ്ങേറ്റം ഈ ഇപ്പം എല്ലാവർക്കും അറിയാം, അദ്ദേഹം അധികം ചിരിക്കാത്ത മനുഷ്യനാണ്, അധികം സംസാരിക്കാത്ത മനുഷ്യനാണ്. പക്ഷേ വേണ്ടത് മാത്രമേ സംസാരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു മഹാവ്യക്തിയാണ്. അതായത് മലയാളത്തിൻ്റെ അഭിമാനവാചകമായ ഏറ്റവും പ്രഗത്ഭനായ, അതായത് ഞാൻ എൻ്റെ ഭാവനയെ കൂടെ കാണുമ്പോൾ ശങ്കരാചാര്യർക്ക് ശേഷം MT ആണ് കേരളത്തിൻ്റെ അഭിമാനം കാത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചതും ചെയ്തതും എല്ലാവർക്കും അത് അറിയാവുന്നതുമാണ്. എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഓരോരോ അക്ഷരങ്ങൾക്കും മലയാളികൾക്ക് അറിയേണ്ട ഓരോരോ മലയാള ഭാഷയുടെ ഓരോരോ അക്ഷരങ്ങളും പെറുക്കിയെടുത്താൽ തന്നെ അദ്ദേഹത്തിനെ അങ്ങേറ്റം സ്മരിക്കാതെ സാധിക്കില്ല. അത്രയ്ക്കും പ്രഗത്ഭനാണ്. ഈ പ്രാഗൽഭ്യം എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പ്രഗത്ഭനാണെന്നുള്ള നാട്യം തന്നെ അദ്ദേഹത്തിനില്ല. അതാണ് ഈ കഴിവുള്ള പ്രമുഖരായുള്ള വ്യക്തികളുടെ മാനസികമായിട്ടുള്ള വളർച്ച കാരണം കൊണ്ട് ഞാൻ ഒരു കവിയാണെന്നോ സാഹിത്യകാരനാണെന്നോ കഥാകൃത്താണെന്നോ അങ്ങനത്തെ ഒരു നാട്യം തന്നെ അദ്ദേഹത്തിനില്ല. സ്വതവേ എല്ലാവരും വിചാരിക്കും അദ്ദേഹം വളരെ ഗൗരവക്കാരനാണെന്ന്. പക്ഷേ അദ്ദേഹത്തിന് ലവലേശവും ഗൗരവമില്ല, സ്നേഹസമ്പന്നനാണ്. അപ്പോൾ ഈ ഷൂട്ടിങ് എന്ന് പറഞ്ഞല്ലോ, ആ ഷൂട്ടിങ് ഒരുപാട് കലാമണ്ഡലമായിട്ടുള്ളത് കഴിയുമ്പോൾ അപ്പോൾ ക്വാർട്ടേഴ്സിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഗോപി ഏതായാലും ഗോപി കേരളത്തിന് അങ്ങേറ്റവും വേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട്, അതായത് എല്ലാ കാരണങ്ങളെ കൊണ്ടും നമ്മളുടെ കഥകളി എന്ന് പറഞ്ഞുള്ളത് മലയാളികളുടെ അങ്ങേറ്റം അഭിമാനമായിട്ടുള്ള ഒരു കലയാണ്. ആ കല കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഗോപിയുടെ കേവത്വം. അപ്പോൾ അത് കാരണം കൊണ്ട് ഗോപി അങ്ങേറ്റം എല്ലാ സ്ഥലത്തും, അത് പഠിപ്പിക്കുമ്പോഴും പഠിപ്പിക്കൽ കഴിഞ്ഞിട്ട് കുട്ടികളോടുള്ള പെരുമാറ്റത്തിലും അത് കഴിഞ്ഞിട്ട് രംഗത്ത് അവതരിപ്പിക്കുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഇങ്ങനൊരു 2 വാക്കേ അദ്ദേഹം പറഞ്ഞു തന്നെ ഉള്ളൂ. പക്ഷേ അത് അങ്ങേയറ്റം ഒരു വാക്കിയായിട്ടാണ് എൻ്റെ മനസ്സിൽ അന്ന് തന്നെ തോന്നിയിട്ടുള്ളത്. അതായത് ഇത്ര മഹാനായിട്ടുള്ളൊരു മനുഷ്യൻ എൻ്റെ കോട്ടയത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ഭുതമായിട്ടുള്ള കാര്യം. അന്ന് എൻ്റെ ഓർമ്മയിൽ ഇയ്യങ്കോട് ശ്രീധരൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും, അതായത് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുമായിരുന്നു, ഒരു പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ ഈ AC-യിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ കയറി ഇരുന്നിട്ട് ഞാൻ പുറകിലായിരുന്നു. അവിടുന്ന് ബാത്റൂമിലേക്ക് പോയി വരുമ്പോഴാണ് MT അവിടെ നേരെ മുമ്പിലത്തെ സീറ്റിലിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അമ്പിളിമാമനാണെന്നാണ് തോന്നുന്നത്. അന്നത്തെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകം, അതായത് കുട്ടികൾക്ക് വായനാസമ്പന്നരാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 തുടക്കം എന്ന് മാത്രമേ. ഞാനത് കണ്ടപ്പോൾ, തിരിച്ചു വരുമ്പോൾ കണ്ടപ്പോൾ, അല്ല വാസുവേട്ടാ, ഇങ്ങനത്തെ ഒരു പുസ്തകം ഇപ്പോൾ വാസുവേട്ടൻ വായിക്കാൻ കാരണം അപ്പോൾ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിക്കി വായിച്ച് പഠിക്കാനല്ല, ഈ കുട്ടിക്ക് ഇത് വായിക്കുമ്പോൾ അത് ഇൻട്രസ്റ്റ് തോന്നും. അതായത് കുട്ടികളുടെ മാസികയാണ് ഈ വക കാര്യങ്ങൾ. ആ ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ എന്തുണ്ടെന്ന് വിചാരിച്ചാൽ കുറേശ്ശെ ഈ വായനയിൽ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അങ്ങേറ്റം വായന സമ്പന്നരായി മാറാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ചുവടുവെപ്പാണ് ഇത് എന്ന് പറഞ്ഞു. അതായത് അത്ര തന്നെ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റേതായുള്ള ആ വായിച്ച മനുഷ്യന്മാർക്ക്, സ്വന്തം കുട്ടിയാണ് എങ്കിലും മറ്റുള്ളവർക്ക്
വായിച്ച് മുന്നോട്ട് പോകാനും വായനാസമ്പന്നരാകാനും അതുകൊണ്ട് അറിവ് സമ്പാദിക്കാനും എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ വേണം എന്നുള്ള ആ ചുഴിഞ്ഞ ആലോചന അതും കൂടി അദ്ദേഹത്തിൻ്റെ ആ ഭാവനയിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചിരിക്കില്ല, ആ മഹാനുഭാവൻ ഓരോരുത്തർക്കും, അത് മാത്രമല്ല വേറൊരു കാര്യം, രണ്ടാം ഊഴം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഭാരതത്തിൻ്റെ ഈ പാണ്ഡവന്മാരുടെ കഥ തന്നെ മറിച്ച് കൊണ്ടുവന്ന ഒരു കഥയാണ് ഇപ്പോൾ രണ്ടാം ഊഴം. അതായത് ഭീമനെ പ്രധാന കഥാപാത്രമാക്കി മാറ്റിയിട്ട്. അപ്പോൾ ഈ ഭാവന വരണമെങ്കിൽ എന്തൊക്കെ ഇതിനെ സംബന്ധിച്ച് എത്ര ആലോചിച്ചാലും എവിടം കൊണ്ടാണ് അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ബഹുമാനിക്കേണ്ടത്, എത്ര ബഹുമാനിച്ചാലും ആ മതിയാവുക, ഇത് പറയാൻ തന്നെ സാധിക്കില്ല. അത്രത്തോളം എത്തിയിട്ടുള്ള ആ മഹാനുഭാവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെയെല്ലാം വിട്ടുപോയത് ശരിക്കും പറഞ്ഞാൽ സാഹിത്യ ലോകത്തിന് തന്നെ. അതായത് സാഹിത്യ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏക വ്യക്തിയാണ് എം ടി വാസുദേവൻ നായരൊന്നും പറയാറില്ല സ്വതവേ. എം ടി ഇത്ര തന്നെ ഉള്ളൂ എല്ലാവരും. അതായത് കോളേജ് ഈ വായന ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, വായന കൊണ്ട് അറിവ് സമ്പാദിച്ചിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികളടക്കം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാത്തതൊന്നുമില്ല. അവരെന്നെ പറയും, അതായത് എം ടി ദൈവമാണ്. ഇത് ഇങ്ങനെ പറയാനുള്ള സാധ്യത അദ്ദേഹം പറഞ്ഞുണ്ടാക്കിച്ചതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. വായന കൊണ്ട് ഉണ്ടാക്കിച്ചത്, അതായത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ തൂലിക ചലിച്ചത് ഹൃദയത്തിൽ നിന്ന് പൊട്ടി വീണ അക്ഷരങ്ങളെയെല്ലാം കുട്ടികൾക്ക് മനഃപ്പാഠമാക്കി തീരണം എന്ന ആഗ്രഹം സാധിച്ചു കൊടുത്തു. ആർക്ക്? കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടികളെ വലുതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഏക വ്യക്തി എന്നെ, അതായത് സാഹിത്യ ലോകത്തിൻ്റെ ഏക വ്യക്തി എന്നെ പറയാതിരിക്കാൻ വയ്യ. ഇത്രയ്ക്കും കേമനായിട്ടുള്ള ഒരു കഥാകൃത്ത് നമ്മുടെ കേരളത്തിലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പക്ഷേ നമുക്ക് അഭിമാനമായിട്ട് പറയാവുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യചിഹ്നമാണ്. ഇല്ല എന്നുള്ള ഉറപ്പിച്ച് പറയാം. അതായത് ഇനി ഉണ്ടാവില്ല എന്ന് പറയാൻ വയ്യ, പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേമന്മാരുണ്ടായിട്ടുണ്ട്, ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ കേമന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ ശരി, എം ടിയെ പോലെ കേമന്മാരില്ല. പത്മശ്രീ, പത്മശ്രീ, പത്മഭൂഷൺ, ജ്ഞാനപീഠം ഇതെല്ലാം കൊടുത്ത് ആദരിച്ചു. ഇത്രയും അദ്ദേഹം ചോദിച്ചു വാങ്ങിയതല്ല. ഇത് വായിച്ച്, അതായത് സാഹിത്യ അക്കാദമിയിലെ അവാർഡ് വാങ്ങിച്ചു, സാഹിത്യത്തിൻ്റെ ഫെലോഷിപ്പ് വാങ്ങിച്ചു. ഇങ്ങനെ മുന്നോട്ട് അവാർഡുകൾ വാങ്ങിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു മഹാനുഭാവനെ നമുക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞതിൽ എന്തെന്നില്ലാത്ത സങ്കടവും അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇനി നമുക്ക് പറയാനല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന് മാത്രമേ വിചാരിക്കാറുള്ളൂ. എങ്കിലും ശരി, ഒരൊറ്റ കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാഹിത്യകാരനാണ്, ഈ കഥാകൃത്താണ്. അങ്ങനെയുള്ള ആ വ്യക്തി സിനിമയിലേക്കും കൂടിയും ഭാഗവാക്കായിട്ട് മാറാനുള്ള വഴികളുണ്ടായി, പ്രവർത്തിച്ചു, അത് വിജയിച്ചു, എല്ലാവർക്കും തൃപ്തികരായി. മോഹൻലാലും മമ്മൂട്ടിയും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ട് മാറിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർ മാത്രമൊന്നുമല്ല, ലോക ജനത മുഴുക്കെ വായിക്കുന്ന വ്യക്തികളും വായിക്കാത്ത വ്യക്തികൾ ചോദിച്ചാൽ എം ടിയുടെ കഥകൾ വായിക്കാത്ത വ്യക്തികളും കെട്ടിയാകും. ആ വായിക്കുന്ന വ്യക്തികൾ മുഴുവൻ ഇപ്പോൾ ഹൃദയത്തിൽ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവമാണ്, പ്രത്യക്ഷത്തിലുള്ള ദൈവമാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒട്ടും അധികമാവില്ല. പക്ഷേ അധികം അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രസംഗിക്കാനും പറയാനും പ്രസംഗിക്കാനും വാഴ്ത്താനും വാഴ്ത്തപ്പെടാനും എല്ലാം കഴിവുള്ള സാഹിത്യകാരന്മാരും കവികളും ഒക്കെ ധാരാളമുണ്ട്. ഞാൻ ഒരു കലാകാരന് മാത്രം. പക്ഷേ സ്നേഹസമ്പന്നനായ അദ്ദേഹത്തിൻ്റെ ആ പ്രീതി സമ്പാദിക്കാൻ സാധിച്ചൊരു വ്യക്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല, അദ്ദേഹം ഈ കലാമണ്ഡലം സരസ്വതി എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ടീച്ചറുടെ ഭർത്താവും കൂടിയാണ് എം ടി. അപ്പോൾ എന്തിൻ്റെ ഈ കലയെ അദ്ദേഹവും കൂട്ടുള്ള ബന്ധം ചില്ലറയല്ല എന്നർത്ഥം. ഇപ്പോൾ ഈ സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, കഥാകൃത്താണ്. പക്ഷേ ഈ കല അതും മാത്രമല്ല, ഇപ്പോൾ ഈ ഡാൻസ് ഭരതനാട്യമോ അങ്ങനെ മാത്രമല്ല, കഥകളിയായിട്ടും നല്ല ബന്ധമാണ്,
ആ കഥകളി ഇപ്പോൾ രാമകുട്ടി നായരാശാൻ പത്മനാഭൻ നായരാശാൻ കലാമണ്ഡലം അവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളാണ്. അപ്പോൾ എന്തുണ്ടായെങ്കിൽ ഒരു ദിക്കിൽ ഒതുങ്ങി കഴിച്ചു കൂട്ടിയിട്ടുള്ള വ്യക്തിയല്ല ഈ MT പറഞ്ഞ ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളെ സംബന്ധിച്ച് മനപ്പായസം ഇറക്കിക്കൊണ്ട് കുടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഹൃദയം തുറന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.